രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് സർവ്വജനങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഇനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെയും രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് സൂറത്തു നംലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഏതുമായിക്കോട്ടെ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മൂന്നാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, സൂറന്ന കാഹളത്തെ അല്ലാഹു പടച്ചുവത്രേ. ആ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിക്കുമത്രേ, പേടിക്കുമത്രേ. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമത്രേ. റബ്ബിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിലുകൾ അടയ്ക്കുമത്രേ. ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖ്ബലുല്ലാഹു തൗബത അബ്ദിൻ ബിസഅതൈൻ. രണ്ടവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തേത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന സമയമാണ്. രണ്ടാമത്തേത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും പറ്റൂല. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇഎംഎസ് സാഹിബ് നമുക്ക് ദൃക്സാക്ഷിയാണ്. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട്. വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27 രാവിലെ ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി പള്ളിയുടെ അകത്തലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാൻ ഒക്കൂല. ഒന്നാമത്തെ ഊത്തങ്ങോട്ട് കേൾക്കുന്നതോടുകൂടി സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോടുകൂടി ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുകയാണ്. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്തം കൂടെ വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓതി കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, പ്രിയപ്പെട്ട സഹാബത്തെ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തം ഊതി കഴിഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ. ഇല്ലാ മാ ശാ അല്ലാഹ്.
ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മാ ശാ അല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും, പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ വിശുദ്ധ ഖുർആൻ. ഈ ലോകത്തുനിന്ന് എല്ലാവരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മൻ ശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? അവര് മരണപ്പെടുവോ? എല്ലാവരും മരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അള്ളാഹു ഖുർആനിൽ എന്താ ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത് അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അള്ളാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. നമുക്ക് റിസ്ഖും മഴയൊക്കെ നൽകുന്ന മലക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ, ഏകദേശം 12. ഇത്ര യാത്രയല്ല. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ വരും, റാഹത്തല്ലേ അവർക്ക് വരാം. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിക്കും. മിക്കവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച ബേക്കലിൽ മക്കാമുറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി, വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കോമഡി പറഞ്ഞ് പാട്ടുപാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിൻബലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്നും പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹു കൊടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെയാണ്. എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ് സൂറത്ത് കാഹളത്തിലൂടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലരാരൊക്കെയാണ്? ഒന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിവറുള്ള ബറക്കത്തുകൊണ്ട് അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ് ഇസ്രാഫീൽ? സൂറന്ന കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തേത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അല്ലാഹു മരിപ്പിച്ചു. ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അതൊന്നും കൂടെ പറയുന്നില്ല. ഇതൊക്കെ പ്രവാസന യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.